ഒരു നൂറ്റാണ്ടിലധികം മൂന്നാറിന്റെ പാതയോരങ്ങളെ നീലപ്പൂക്കൾ അലങ്കരിച്ചിരുന്ന ചക്രാന്ത മരങ്ങൾ പലതും ഓർമ്മയാക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനത്തിന് വീതി കൂട്ടൽ പണികൾ ഊർജിതമായതോടെയാണ് 2-ാം മൈൽ മുതൽ മൂന്നാർ വരെയുള്ള പാതയോരത്തെ നീലവാഗമരങ്ങൾ പലതും മുറിച്ചു നീക്കാൻ തുടങ്ങിയത്. നീലവാഗുകൾ മുറിച്ചു നീക്കപ്പെടുന്നതോടെ ഈ പ്രദേശത്തെ നീലവസന്തത്തിന്റെ ഭംഗിയും ഇല്ലാതാകും. 1.25 നൂറ്റാണ്ട് മുൻപ് മൂന്നാറിൽ തേയിലകൃഷിക്കെത്തിയ ബ്രിട്ടീഷുകാരാണ് തേയിലകൾക്കിടയിലും പാതയോരത്തും സ്വന്തം നാട്ടിൽ നിന്നെത്തിച്ച ജക്രാന്ത മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത്. തണലിനും അലങ്കാരത്തിനുമായി വെച്ചുപിടിപ്പിച്ച ഇവയിൽ കൂടുതലും സംരക്ഷണമില്ലാത്തതിനാൽ നശിച്ചുപോയിരുന്നു. 2-ാം മൈൽ മുതൽ ഹെഡ് വർക്ക്സ് ഡാം വരെയും മൂന്നാർ മറയൂർ റൂട്ടിലുമാണ് കുറച്ചു മരങ്ങൾ അവശേഷിക്കുന്നത്. ഇതിൽ 2-ാം മൈൽ മുതൽ ഹെഡ് വർക്ക്സ് വരെയുള്ള ഭാഗത്തെ മരങ്ങളാണ് മുറിച്ചു മാറ്റുന്നത്. ഡിസംബറിൽ ഇലകൾ പൊഴിയുന്ന മരങ്ങളിൽ ഫെബ്രുവരി അവസാനം മുതൽ പൂവിടാൻ തുടങ്ങും. ഏപ്രിൽ അവസാനം വരെ പൂക്കൾ നിലനിൽക്കും. മധ്യവേനലവധി ആഘോഷിക്കാനായി മൂന്നാറിലേക്ക് വരുന്ന സഞ്ചാരികൾക്ക് പാതയോരങ്ങളിൽ പൂത്തുനിൽക്കുന്ന വയലറ്റ് വസന്തത്തിന്റെ കാഴ്ച മനോഹരമായിരുന്നു. പരീക്ഷാകാലത്ത് പൂക്കുന്നതിനാൽ പ്രദേശവാസികൾ പരീക്ഷാ മരമെന്നാണ് ഇതിനെ വിളിക്കുന്നത്. വയലറ്റ് പാനിക് എന്ന പേരിലും ഈ മരം അറിയപ്പെടുന്നുണ്ട്. ജക്രാന്ത ഉൾപ്പെടെയുള്ള മൂന്നാറിലെ അപൂർവ മരങ്ങളുടെ വിത്തുകൾ ശേഖരിച്ച് പുതിയ തലമുറ മരങ്ങളെ സൃഷ്ടിക്കാൻ മേഖലയിലെ പരിസ്ഥിതി പ്രവർത്തകർ ശ്രമിക്കാത്തതിനെതിരെയും വിമർശനമുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.